ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ HT മോഡൽ വണ്ടി. നമ്മൾ ജനറൽ സർവീസുമായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണത് ബാക്ക് സൈഡ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിലും മാറ്റേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് നല്ല ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് കിട്ടുന്നുണ്ടായില്ല. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ, പെട്രോൾ മീറ്റർ ഇതൊന്നും വർക്കിംഗ് അല്ല. അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയ കംപ്ലയിൻറ്റ്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്ന് നിൽക്കണം, പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പനി ലൈൻഡറാണ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്, മാക്സിമം അത് തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയി കിടക്കാം. ഈ ബെയറിങ് ഇവിടെ നോക്കി അറിയാം, ഇത് എത്ര ഷെയ്ക്കാണ് ഇതിനകത്ത് കാണിച്ചേക്കണേ. ആ ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ള് സെറ്റപ്പാടി അഴിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ബെയറിങ്, ഓയിൽ ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എന്തായാലും ചെയ്യണം, ചെയ്യാതെ കൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. കാരണം ചതഞ്ഞ രീതിയിലാണ് ഇത് പോകണം. പിന്നെ തന്നെയല്ല നല്ല രീതിയിൽ സൗണ്ടും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്സൊക്കെ മാറ്റി വീൽ ബെയറിങ് മാറ്റാമെന്ന് പറയാം. ഗിയർ ബോക്സ് അഴിച്ചാലാണ് നമുക്ക് ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാറ്റാൻ പറ്റുള്ളൂ. അതടക്കം മാറ്റി റീസെറ്റാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഹബ്ബിൽ ചെറിയൊരു ഓവലായിട്ടുള്ളൊരു തേയ്മാനം വരും, ഈ ബെയറിങ് പോയി കിടന്ന് ഓടും കേട്ടോ. അപ്പോൾ അത് പുതിയ ലൈനർ നമ്മളിപ്പോൾ മാറ്റിയിട്ടാലും വീല് കറങ്ങുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അത് കുറച്ച് ഓടി കഴിയുമ്പോഴാണ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ ഗിയർ ബോക്സിൽ നിന്ന് ഓയിലൊക്കെ ലീക്കായി വന്നേക്കണതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നത്. മൊത്തം തെറിച്ചിട്ട് വീലുമേക്ക് തെറിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗിയർ ബോക്സ് എന്തായാലും നമുക്ക് അഴിച്ചിട്ട് വേണം അത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. എയർ ഫിൽറ്ററും നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. പക്ഷേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൽക്കാലം നമുക്ക് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിയുന്നുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടി അഴിച്ചതാണ്. അപ്പോൾ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ഇതുമ്പോൾ പുതിയതാണ് കിടക്കണേ. കമ്പനി ആയിട്ട് തന്നെയാണ്, പുതിയ പീസാണ് അത് കിടക്കണം കേട്ടോ. അതേപോലെ ബെൽറ്റും പുതിയ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ ബെൽറ്റിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഇവിടെ കണ്ടിട്ട് ഒരു ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അത് അത്ര മേജറാണോ എന്ന് ചോദിച്ചാൽ അത്ര മേജറായിട്ടുള്ള പൊട്ടലായിട്ടില്ല. നിലവിൽ അങ്ങനെ ഒരു ക്രാക്ക് ഉണ്ട് ഇതും കേട്ടോ. ഇപ്പോൾ തൽക്കാലം കിടന്ന് ഓടിക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ ഒരു കംപ്ലയിൻറ്റ് ഈ ക്ലച്ച് വീലിൻ്റെ ഭാഗത്താണ്. ഇത് തുരുമ്പ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ നല്ല ടൈറ്റും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ, അപ്പോൾ ഗ്രീസിൻ്റെ അഭാവം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിലവിൽ അതിൻ്റെ ഈ ഭാഗമൊക്കെ പ്ലേറ്റിങ്ങൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ടൈറ്റ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് അതിൻ്റെ പിന്നും റോളർ സെറ്റും വന്ന ഒരു ഹോളാണത്. അതിനകത്താണ് അതിൻ്റെ പിന്ന് സെറ്റ് ചെയ്ത് വരാം. ഇതേപോലെയാണ് സെറ്റിങ് വരാം. അപ്പോൾ അത് ഓവലായി പോയേക്കാണ്. അപ്പോൾ ഓവലായേക്കണ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യിച്ചാൽ അതൊരു ചെറിയ ടൈറ്റ് കാണിക്കും. അപ്പോൾ അത് മാറ്റിയിടണതാണ് ഏറ്റവും ബെറ്റർ. മാറ്റുമ്പോൾ നമുക്ക് ഈ വീലും കൂടിയിട്ട് മാറ്റി ഇത് ഇങ്ങനെയാണ് അസംബിൾ ചെയ്ത് വരാം. ഇങ്ങനെയാണ് അസംബിൾ ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ റോളർ പിന്നൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് സെറ്റ് ചെയ്ത് ഓയിൽസീലൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. എന്നാൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വീലും മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ റോളർ സെറ്റ് മാറ്റി അതിൻ്റെ ഓയിൽസീലും ഓറിയൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിലും തൽക്കാലത്തേക്കുള്ളൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ പുതിയ പിന്നിൻ്റെ ഉള്ളിൽ വന്നാലും കറക്റ്റ് ഹോളല്ലാത്തത് കൊണ്ട് തന്നെ അതും പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് ഫുള്ള് ഞാൻ ഡാമേജ് ഉള്ള ഭാഗങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ റിപ്ലൈ ഇട്ടാൽ മതി, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്, അതൊക്കെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഗിയർ ബോക്സിൻ്റെ എന്തെങ്കിലും നമുക്ക് ഒഴിവാക്കൽ നടക്കില്ല. ഇത് പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് അടുത്ത സർവീസിലോ അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുള്ളതായിട്ടാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വന്ന കംപ്ലയിൻസുകൾ കണ്ടു കഴിഞ്ഞാൽ കയ്യോടെ തന്നെ അത് ക്ലിയർ ചെയ്ത് കളയാമെന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വണ്ടിക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും ഇവിടെ ചെറിയൊരു ലീക്കേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കവർ ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ്. പെട്രോൾ ലീക്ക്, പെട്രോളിൻ്റെ സ്മെല്ല് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കേസാണ് ഞാനീ പറയണത്. ഇപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആണ് മെയിനായിട്ട് വരാം. അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. ആ പെട്രോൾ ഉപയോഗിക്കുന്ന പഴയ മോഡൽ വാഹനങ്ങളിലൊക്കെ കാർബറേറ്റർ ഡാമേജിലേക്ക് വന്നെ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഈ കണ്ടീഷനിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷേ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവാം, എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കത് അഴിച്ചിപ്പോൾ ക്ലീൻ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുക. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഈ ദ്രവിച്ച പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യണ സമയത്ത് അതൊക്കെ ഡാമേജ് ആവാനും ഓവർഫ്ലോ ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കാണുന്നില്ലെങ്കിൽ
നമുക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ക്ലീൻ ചെയ്താൽ ഒരു വർഷം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് കാർബറേറ്റർ വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കാർബറേറ്റർ അസംബ്ലി അടക്കം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ മാത്രമാണ് നമ്മൾ കാർബറേറ്ററുമ്പോൾ തൊടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടി ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു 3-4 വണ്ടിയുടെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി കളഞ്ഞേക്കാണ്. അപ്പോൾ ഇന്നായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നോക്കിയിട്ടൊന്ന് പറയാം. പെർമിഷൻ തന്നാൽ മാത്രം നമ്മൾ അഴിക്കുള്ളൂ. റിസ്ക്കാണ്. അഴിച്ച ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടി വരും. ഇപ്പോഴത്തെ സ്റ്റേജിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അത്ര ഉണ്ടാവണമെന്നില്ല. അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും വരാം കേട്ടോ. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം അഴിച്ച് ക്ലീൻ ചെയ്യണതുകൊണ്ടല്ല, അത് അതിൻ്റെ ഉള്ളിലുള്ള ഡാമേജാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയണതിൻ്റെ കേസ്. ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഏകദേശം 2000-2500 വിലയുള്ള സാധനമാണ് കാർബറേറ്റർ അസംബ്ലി എന്നുള്ളത് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ഇട്ടാൽ മതി, എന്നിട്ടാണ് ഞാൻ എസ്റ്റിമേറ്റ് തന്നോളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷ് കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ബുഷ് പോയി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തിടാം. ലിങ്കിൻ്റെ ബുഷ് എന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളറിന് ചെറിയ തേയ്മാനം കാണുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ആ കോളർ മാത്രം അഴിച്ച് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും ലൈനർ തീർന്നേക്കാണ്, ഫ്രണ്ടിലത്തെ ബ്രേക്കും ഇല്ല. അപ്പോൾ ബ്രേക്ക് ലൈനറും കൂടുതൽ മാറ്റിവിടാം. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പുതിയ ടയർ കിടക്കുന്നത്. പിന്നെ മീറ്റർ കംപ്ലയിൻ്റ് ആണ്, അതായത് സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കാരണം അത് കേബിളൊക്കെ ഇവിടെ കട്ടായി നിൽക്കുന്നതാണ്. തന്നെയല്ല നമുക്ക് പെട്രോൾ മീറ്റർ വർക്കിംഗ് ആക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഫ്ലോട്ടിൻ്റെ ഭാഗത്തല്ല പ്രശ്നം, മീറ്ററിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ സ്പീഡോമീറ്ററും പെട്രോൾ മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ അസംബ്ലി അടക്കം പുതിയത് വെച്ചതിന് ശേഷമാണ് മറ്റേ മെയിൻ്റനൻസുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം മീറ്റർ അസംബ്ലി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000-1300 അടുത്ത് റേറ്റ് വരുന്നതായിട്ടാണ്. അപ്പോൾ എപ്പോഴും കിലോമീറ്ററൊക്കെ അതനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം. പിന്നെ 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ 12.87 വരെയൊക്കെ കാണിക്കുന്നുണ്ട് വോൾട്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.32 വരുന്നുണ്ട്. 8.5 വോൾട്ട് താഴേക്ക് വരുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. 2024 എന്ന് പറയുമ്പോൾ മിക്കവാറും വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കണ്ടോ എന്നുള്ള ദിവസം നോക്കിയേക്കാം. ഇപ്പോൾ നിലവിൽ ജസ്റ്റ് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം. അപ്പോൾ അത്രയാണ് നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വൈസറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഈ സെൻറ്റർ ഭാഗത്ത് സ്ക്രൂ ഇല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജർക്കിങ്ങും ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ഡാമേജ് ഡെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ടെയിൽ അസംബ്ലി, ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് അസംബ്ലി ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി, നല്ല ഓയിലാണ്. ലെവൽ കാര്യങ്ങളൊക്കെ ഒരല്പം കുറവുണ്ട്. അതൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. അത് പ്ലഗും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി റീസെറ്റ് ആക്കിയേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ആക്സിലേറ്റർ ഓൾറെഡി ടൈറ്റ് ഉണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ആക്സിലേറ്റർ ഇച്ചിരി ബലമാണ് കാണിക്കുന്നത്. അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ. എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ സീറ്റ് ലോക്ക് ആവണില്ല, ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ചില കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഈ ലോക്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് സീറ്റ് പ്രോപ്പറായിട്ട് ലോക്ക് ആവാത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം ആദ്യം, അതിനുശേഷം നോക്കിയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസായിട്ട് എന്തെങ്കിലും ചെയ്യണം. കൂട്ടത്തിക്കടെ ഗിയർ ബോക്സ് എന്തെങ്കിലും അഴിക്കണം, അത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. ക്ലച്ചിൻ്റെ ഭാഗം നോക്കിയിട്ട് പറയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എപ്പോഴും പാർട്സ് ഡാമേജ് കാണിക്കുമ്പോൾ ഐറ്റംസ് മാറ്റി കളയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഉള്ളത് കാർബറേറ്ററിൻ്റെ കേസാണ്. കാർബറേറ്ററിൻ്റെ കേസ് കൃത്യമായിട്ട് നമുക്ക് അത് പറയണം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു പക്ഷേ നമുക്കത് അഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000-2500 അതുമ്പോൾ മാത്രം മാറുന്ന കേസാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്രീൻ പുഷ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ. പക്ഷേ അത് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത സർവീസിലൊക്കെ കൂടുതൽ ടൈറ്റ് ആണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു അത്ര കംഫർട്ടായിട്ടല്ല തോന്നണേ. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം ഒന്ന് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ.